ചക്കരുചി തേടി ഇനി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരും. സീസൺ ആരംഭിച്ചതോടെ ലോറിയുമായി തമിഴ്നാട്ടിൽ നിന്നും ആളെത്തി തുടങ്ങി. നാട്ടിൽ ഇനി ചക്കയൊന്നുപോലും ബാക്കി ഉണ്ടാവാൻ ഇടയില്ല. പഴുത്ത് വിളയാൻ പോലും കാത്തു നിൽക്കാതെ ചെറു ചക്കകളെ നാട് കടത്തുകയാണ്. കോവിഡ് കാലത്ത് മലയാളികളെ പട്ടിണിയിലാകാതിരിക്കാൻ സഹായിച്ച ഒരു വിഭവമായിരുന്നു ചക്ക. പറമ്പിലെ പ്ലാവിൽ അവശേഷിക്കുന്ന ചക്കയ്ക്ക് പോലും വില പറഞ്ഞ് പണം വാങ്ങിക്കഴിഞ്ഞു. പാകത്തിലുള്ള ചക്കകളെ കച്ചവടക്കാർ തമിഴ്നാടിന്റെ വിവിധ കയറ്റുമതി കേന്ദ്രങ്ങളിലേക്കും ചക്ക ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിലേക്കും എത്തിക്കുന്നതിന്റെ തിരക്കിലാണ്. ഓരോ വർഷവും ചക്കയ്ക്ക് ഡിമാൻഡ് കൂടി വരികയാണ്. അതോടൊപ്പം കർഷകർക്കും നല്ല വില ലഭിച്ചു വരുന്നു. 50 മുതൽ 100 വരെയാണ് ചക്കയുടെ വില. സീസൺ ആകുന്നതിന് മുൻപ് തന്നെ ലക്ഷങ്ങളുടെ കച്ചവടമാണ് നടക്കുന്നത്. ഇക്കുറി വിളവ് കുറഞ്ഞതും ചെറുകിട കച്ചവടക്കാരുടെ വർധനയും ചക്കയുടെ ഡിമാൻഡിന് പ്രധാന കാരണമായി. ചക്കകൾ കവറുകളിൽ വറ്റലായി തിരികെ എത്തുമ്പോൾ കിലോയ്ക്ക് 500 രൂപയാണ് വില. ചക്ക വറ്റൽ, ജാം, ഐസ്ക്രീം, കേക്ക്, പായസം തുടങ്ങിയ ചക്ക വിഭവങ്ങൾക്കെല്ലാം ഡിമാൻഡുകൾ ഏറുകയാണ്. വലിയ മാളുകളിൽ വരിക്കച്ചക്കയുടെ പഴുത്ത ചുള പാക്കറ്റിൽ ലഭ്യമാണ്. ചക്കക്കുരുവിന് പോലും 40 മുതൽ 60 രൂപ വരെയാണ് കിലോയ്ക്ക് വില. ചക്കക്കുരു പൊടിച്ചും വറുത്തും സീഡ്സുമായി എല്ലാം കയറ്റി അയക്കുന്നു.